കല്ലിക്കാടൻ. അതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ രാവിലെ തന്നെ കാരിച്ചാലെത്തി റോഡിലൂടെ വള്ളം സഞ്ചരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ സാധാരണ കാണുന്നതല്ല. എന്നാൽ ഇവിടെ ഇങ്ങനെയും സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കല്ലിക്കാടൻ. ഒരു പണിത സ്ഥലത്ത് നിന്ന് ആറ്റിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 500 മീറ്ററിലധികം 2 കിലോമീറ്റർ ദൂരം റോഡിലൂടെ തള്ളിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ അർബാനയിലാണ് ഈ വള്ളം കൃത്യമായി സെറ്റ് ചെയ്ത് കാരിച്ചാൽ കടവിലേക്കാണ് അവർ പോകുന്നത്. ഇത് നമ്മുടെ കല്ലിക്കാടൻ്റെ ഉടമകളാണ്. ഇവർ പൊന്നാനിയിൽ നിന്ന് വെളുപ്പിനെ എത്തി അല്ലേ? വെളുപ്പിനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കല്ലിക്കാടൻ്റെ നീരണിയിലാണ്. നീരണിയിലും തുടർന്ന് ഇത് ഇവിടുന്ന് ഈ പുരയിടത്തിൽ നിന്ന് റോഡിലേക്ക് ഇറക്കി റോഡ് മാർഗം കാരിച്ചാൽ കടവിൽ ചെന്നിട്ട് അവിടെ നീരണിയിച്ച് അവിടുന്ന് ഒരു ട്രയലും ഒക്കെ കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് ജലമാർഗം കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ബസ്സിലൂടെ വന്നു. അപ്പം ആ വള്ളംകളിയോടുള്ള ആവേശം ഇപ്പം നമ്മുടെ ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് 2 വാക്ക് ഈ ഒരു 5-6 മാസത്തെ കഠിനാധ്വാനത്തിലൂടെ കല്ലിക്കാടൻ്റെ ഈ സീസണിൽ തന്നെ ഇത് പൂർത്തിയാക്കി മത്സരത്തിന് യോഗ്യമാക്കി. അപ്പോൾ അതിനും നിങ്ങൾക്ക് കുറേ എന്നും ഇവിടെ വന്നു പോകാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ഒരു കടമ്പകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു 2 വാക്ക്. എന്താ പറയുക, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ ദേശത്ത് ഇത്രയും വലിയൊരു ഓടിവെള്ളം ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ ഒരു സംഭവത്തിൽ. ഇപ്പോൾ ഇന്നിപ്പോൾ നീരണീക്കിലാണ്. 8 മണി. നിങ്ങൾ കുറേ നാട്ടുകാരുടെ ആണോ അതോ കുറേ ഷെയറാണോ? അല്ലാതെ ക്ലബ്ബാണ് ഞങ്ങൾ. കല്ലിക്കട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഇതിലാണ് പ്രസിഡൻ്റാണ്. നിങ്ങളുടെ ഈ ഒരു ഭരണ സമയത്ത് ഈ നാടിന് ഇങ്ങനൊരു വലിയ സംരംഭം വലിയ സന്തോഷമാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ആദ്യത്തെ വർഷം തന്നെ നമുക്കത് അതിൻ്റെ ഒരു ഇത് ഇപ്പം തന്നെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഐശ്വര്യം. ഈ വർഷം ഇത് കപ്പടിക്കുമെന്ന് തീർച്ചയായിട്ടും കപ്പടിക്കും. അതെ. ഇത് നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലവും കാരിച്ചാൽ എന്ന് പറയുന്ന വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളിൻ്റെ മനസ്സിൽ കാരിച്ചാലാണ്. അതെ. അപ്പം എല്ലാ വിധ ആശംസകളും. അതിൻ്റെ പ്രസിഡന്റ് പേരെന്താ? പ്രജി. വേറെ സെക്രട്ടറി ക്യാപ്റ്റൻ ഉണ്ടോ? സെക്രട്ടറി ജിജി വായോ. എന്തെങ്കിലും ചോദിച്ചെങ്കിലും ആദ്യം തന്നെ മുങ്ങിയൊക്കെയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്രട്ടറിയുടെ പേരെന്തായിരുന്നു? രജീഷ്. പറഞ്ഞോളൂ, ഇങ്ങനൊരു സംരംഭം അതിൻ്റെ ഒരു ആലോചന എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഇങ്ങനൊരു വള്ളം സ്വന്തമായിട്ട് വേണം. ഒരു 3 കൊല്ലത്തെ ഒരു എല്ലാവരും കൂടിയുള്ള ഒരു ആലോചനയാണ് ഇങ്ങനെ വേണം എന്നുള്ളത്. അങ്ങനെ രാജേഷേട്ടന് വന്ന് കണ്ട് കാര്യങ്ങൾ. ഈ രാജേഷിന് ഇങ്ങനെ കിട്ടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഇതൊന്ന് പറഞ്ഞു. രാജേഷേട്ടനെ കിട്ടുന്നത് വേറൊരു രാജേഷിന് മുഖേനയാണ് ഈ രാജേഷേട്ടന് കിട്ടുന്നത്. ആ രാജേഷ് ഇവിടെ ഉണ്ട്. ആ രാജേഷാണ് നമുക്കിത് പരിചയപ്പെടുത്തി തരുന്നത്. ഞങ്ങളുടെ രാജേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളംപണി ഇതുപോലത്തെ വള്ളങ്ങൾ നിരവധി. അതായത് ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഒരു 10-15 വർഷം മുമ്പ് 3 തൈക്ക് ഈ രാജേഷാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും. അതെ. നമ്മുടെ മഹേശ്വരൻ്റെ മകൻ രാജേഷിനെ പറ്റി പറയുമ്പോൾ കളിവള്ളങ്ങൾ ഒരുപാട് പണിതിട്ടുണ്ടെങ്കിലും 3 തൈക്ക് എന്നും പറഞ്ഞൊരു വള്ളം ഇതുപോലൊരു ഓടി. അത് പിന്നെ കെട്ടല്ല, ഈ നമ്മുടെ നാട്ടിലെ തന്നെ അത് ഇപ്പോഴും അതിൻ്റെ ആ പ്രതാപത്തിൽ തുടരുക. അത് രാജേഷ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണികൾ ചെയ്തു. അപ്പോൾ ആ ഒരു അറിവിലായിരിക്കും ഇതെന്ന എൻ്റെ ഒരു കണക്കൂട്ടൽ. ഏതായാലും നല്ലൊരു സംരംഭം. നമ്മൾ യുവാക്കളെല്ലാം കൂടെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് പൊന്നാനിയിൽ രാജേഷിന് അവിടെയും ഒരു ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. രാജേഷ് ഈ അടുത്ത സമയത്തും നമ്മുടെ റാനിയൻ പോലുള്ള വള്ളങ്ങളുടെയൊക്കെ പുതുക്കിപ്പണികളും ഇതൊക്കെ ചെയ്ത് പുതിയതും പണിതതും രാജേഷാണ്. രാജേഷ് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലോട്ട് പോയങ്ങ് കുടിയേറി അവിടുന്ന് വള്ളം പണിത് തിരിച്ചു വരുന്ന ഒരു സ്വഭാവമുള്ള ഒരു പ്രത്യേകതരം ജനുസാണ്. അപ്പം ഇന്നലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മുടെ എല്ലാം ഇത്രയേറെ ചുണ്ടൻ വള്ളങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള
മഹേശ്വരൻ വയ്യെങ്കിലും ഇന്നലെ ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉള്ള അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഈ നാടിനും കല്ലുക്കാടെന്ന് പറയുന്ന വള്ളം കല്ലുക്കാടെന്ന് പറയുന്ന വള്ളം പ്രശസ്തിയിലേക്ക് വരട്ടെ എന്ന്. ഈ കല്ലുക്കാടെന്ന് പറയുമ്പം അതുമായിട്ട് സാമ്യമുള്ള കുറേ അധികം വള്ളങ്ങളുണ്ട് ആ പേരുമായിട്ട്. ഒരു ചെല്ലിക്കാടനുണ്ട്. അതെ. അപ്പോൾ ഇതെല്ലാം പ്രശസ്തിയുള്ള വള്ളങ്ങളാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കല്ലൂപ്പറമ്പനാണേലും കല്ലിക്കാടനാണേലും അതുപോലെ ഇതും ഒരു ചെല്ലിക്കാടനുണ്ട്. നിങ്ങളുടെ അവിടുത്തെ പ്രധാന എതിരാളിയാര്? എതിരാളി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് കപ്പ് ഇപ്രാവശ്യം എങ്ങനെയായാലും ഞങ്ങൾക്ക് എടുക്കണം. എതിരാളികൾ കുറെ ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പൊ പറയണില്ല. അപ്പം എല്ലാ സർവ്വ മംഗളങ്ങളും നേരുന്നു. നമ്മുടെ പുതിയ ഓടിവള്ളത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം അവിടെ വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ? വഞ്ചിപ്പാട്ടിൻ്റെ 2 വരിയൊക്കെ ഒന്ന് പാടാൻ. ഞങ്ങളെ പങ്കായക്കാരനാണ് അമരം. ദിനന്തം പാടിയല്ലോ ദിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്. ദിനന്തം പാടിയല്ലോ ദിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്. പണ്ടു നാടുവാഴി തമ്പുരാക്കൾക്കായി ഞങ്ങൾ തണ്ടു വലിച്ച് മണി മഞ്ച തുഴഞ്ഞ്. ദിനന്തം പാടിയല്ലോ ദിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്. ദിനന്തം പാടിയല്ലോ ദിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്. ദിനന്തം പാടിയല്ലോ ദിനന്തം പാടിയല്ലോ നമ്മളൊന്നാണ് പാടാൻ നമ്മളൊന്നാണ്.
പിടിച്ചോ പട്ടിയുണ്ടോ പ്രജയെ നോക്കട്ടെ ആ വഴുക്കു അത് പച്ചപ്പുറമാണ് അത് ഇവിടെ വെക്കല്ലേ കയ്യെ താങ്ങ് കയ്യെ വണ്ടി കൈ മാറ്റി കൊടുക്കണേ സെൻട്രേക്ക് വെച്ചാ കടിക്ക് ആകാതിരിക്കാനായിട്ട് ഉരച്ചിലിടുന്ന എന്തെങ്കിലും തടവൊക്കെ ഉണ്ടാവും ചാക്കോ വല്ലതും അങ്ങനെ എന്തെങ്കിലും ഇല്ലേ